CBSE 10th Maths 4 mark question ആണ്. Arithmetic progression. How many terms of the AP 9, 17, 25 must be taken to get a sum of 450? അപ്പം എത്ര ടേംസ് എടുത്താലാണ് 450 സം ആയി കിട്ടുക എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അവിടെ ഹൗ മെനി ടേംസ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് n ആണ്. n ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. എ പിയിലെ ഫസ്റ്റ് ടേം വന്നിട്ട് എ പി ഇവിടെ എഴുതിയിരിക്കാൻ 9, 17, 25 ആണ് എ പി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 9, ഡി ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 17 മൈനസ് 9 ഈസ് ഈക്വൽ ടു 8. ദെൻ എസ് എൻ സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു എൻ ടേംസ് ഈസ് ഈക്വൽ ടു 450. ഇത് എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമുല എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, n ഈസ് ഈക്വൽ ടു അറിയില്ല, n/2 ഇൻറ്റു 2 ഇൻറ്റു a ഈസ് ഈക്വൽ ടു 9 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈസ് ഈക്വൽ ടു 8 ഈസ് ഈക്വൽ ടു 450. ഓക്കെ, then n/2 into 2 into 9 18 plus 8 into n 8n minus 8 into 1 8 is equal to 450. Then n/2 into 8n 18 minus 8 is equal to 10 plus 10 is equal to 450. ദെൻ നമുക്ക് ഈ 8n പ്ലസ് 10നെ ഒന്ന് ഷോർട്ടാക്കി 2നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. n/2 ഇൻറ്റു 2 4n, ഈ 2നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. 4n പ്ലസ് 5 ഇസ് ഈക്വൽ ടു 450. നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4n ഇൻറ്റു 4n 4n സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു n 5n ഇസ് ഈക്വൽ ടു 450. ദെൻ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുകയാണ്. 4n സ്ക്വയർ പ്ലസ് 5n സ്ക്വയർ അല്ല 5n 4n സ്ക്വയർ പ്ലസ് 5n മൈനസ് 450 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുമ്പം a ഈസ് ഈക്വൽ ടു 4, b ഈസ് ഈക്വൽ ടു 5, c ഈസ് ഈക്വൽ ടു മൈനസ് 450. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? n ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. n ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ഇസ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a 4 c മൈനസ് 450 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a 4. ഓക്കെ, ഇസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5 സ്ക്വയർ 25 മൈനസ് ഇവിടെ 2 മൈനസ് ഉണ്ട്. മൈനസ് 4 ഇൻറ്റു മൈനസ് 450 എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി. ഇവിടെ 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 45 ചെയ്യാം. 16 ഇൻറ്റു 45 ഒരു 0 ഇട്ട് കൊടുക്കണം നമ്മൾ. 6 പിന്നെ 0 ബാലൻസ് 3 ഒരു 5 5 3 8 24 ബാലൻസ് 2 ഒരു 4 4 2 6 0 8 4 12 ബാലൻസ് 1 720. ഈ 0 ഇവിടെ ഇട്ട് കൊടുക്കണം. 450 ആണ്. ആ 0 ഇട്ട് കൊടുക്കാം. 7200 ഡിവൈഡഡ് ബൈ 8 ഇസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 7200 പ്ലസ് 25 ഇസ് ഈക്വൽ ടു 7225 ബൈ 8. ഇനി നമുക്ക് 7225ൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. 7225. അപ്പോൾ നമ്മളിതിനെ പെയറാക്കാം. 72ൽ പോകുന്ന മാക്സിമം വലിയ സ്ക്വയർ നമ്പർ 8 ഇൻറ്റു 8 64 ആണ്. 9 ഇൻറ്റു 9 81 ആണ്. അപ്പോൾ നമ്മൾ 8 ഇൻറ്റു 8 64 എടുക്കാം. 12 മൈനസ് 4 8. ഈ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ 2 സംഖ്യനെ ഒരുമിച്ച് ഇറക്കിയിടണം. 825. ഇനി നമ്മൾ ഈ 8ൻ്റെ ഡബിൾ 16 ആണ്. അപ്പോൾ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 825 യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പോൾ നമുക്ക് 5 കൊണ്ട് ചെയ്ത് നോക്കാം. 5 5 ഇൻറ്റു 5 25 ബാലൻസ് 2 2 32 ബാലൻസ് 3 ഒരു 5 5 3 8 825 കൃത്യമായിട്ട് കിട്ടി.
ഇവിടെ 0, ഇവിടെ 5. അപ്പോൾ 85 ആണ് നമുക്ക് കിട്ടിയത്. ഇസ് ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് 85 ഡിവൈഡഡ് ബൈ 8. n is equal to -5 plus 85 by 8, or n is equal to -5 minus 85 by 8 is equal to -85 plus 85 -5 plus 85 is equal to 80 by 8, or n is equal to -90 by 8 is equal to, ഇവിടെ നമുക്ക് 10 കിട്ടി. ഇവിടെ നമുക്കൊരു കറക്റ്റ് ഒരു നമ്പർ കിട്ടുന്നില്ല. n ഡിനോട്ട് ചെയ്യുന്ന n ഡിനോട്ട് നമ്പർ ഓഫ് ടേംസ്, n ഡിനോട്ട്, സോറി സ്മോൾ ലെറ്റർ n ആണ്. n ഡിനോട്ട് നമ്പർ ഓഫ് ടേംസ്, n നമ്പർ ഓഫ് ടേംസിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെർഫോർ n ഈസ് ഈക്വൽ ടു, നമുക്കൊരു ഹോൾ നമ്പർ ആയിരിക്കണം, അത് നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ n ഈസ് ഈക്വൽ ടു നമുക്ക് 10 എഴുതാം. n ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 10 ആണ്. എത്ര ടേംസ് കൂട്ടിയാലാണ് ഈ 450 കിട്ടുക എന്നാണ് ചോദിച്ചത്. n ഈസ് ഈക്വൽ ടു നമുക്ക് 10 കിട്ടി. ഓക്കെ, ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ, താങ്ക് യു.